ഹലോ, അപ്പോൾ അൽമാട്ടിയിൽ അടുത്ത ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ സൂ ഉണ്ട്, പിന്നെ ഷോപ്പിംഗ് ആണ്. ഷോപ്പിങ്ങിന് ഗ്രീൻ ബസാർ പോകണം. പക്ഷെ കൂടെ തന്നെ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം മാഗ്നം ഹൈപ്പർ എന്നൊരു മാർക്കറ്റ് കണ്ടിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ 2 പ്ലേസിൽ ഷോപ്പിംഗ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം സൂ. ഇതാണ് ഇന്നത്തെ പ്ലാൻ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ദേ ക്യാൻഡിയുടെ സെക്ഷൻ എത്തിയേക്കാം. നമ്മൾ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി കുറേ മേടിച്ചിട്ടുണ്ട്. ഇനി ഓഫീസിലേക്ക് കൊടുക്കാനാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ കിലോ കണക്കിലാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. നമ്മൾ തന്നെ പ്രിൻറ്റ് ചെയ്യണം, എന്നിട്ട് ഒട്ടിക്കണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. 107 ഇന്നാണ് നമ്മൾ ഈ ഗ്ലേസ് എന്ന് പറഞ്ഞ മുട്ടായി എടുത്തത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെയ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്പർ കറക്റ്റ് 107. നെക്സ്റ്റ് പേജ് 107 മുകളിൽ സെലക്ട് ചെയ്തു. ഇതിൽ വിലയും എല്ലാം വന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രിൻ്റ് ഔട്ടും ഈ മെഷീനിൽ നിന്ന് വന്നിട്ടുണ്ട്. പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചു. ഇത് നമ്മുടെ ബാസ്ക്കറ്റ് ഇടാം അല്ലേ. ഈ സൂപ്പർ മാർക്കറ്റിൽ അതേപോലെ തന്നെ ലൈവ് കൗണ്ടർ ഉണ്ട്, മുന്നേ പോയ സൂപ്പർ മാർക്കറ്റിലെ പോലെ തന്നെ. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഫുഡ് ഐറ്റംസ് ആണ്. ഇവിടുത്തെ ഈ ഷോപ്പിൻ്റെ പേര് സ്മോളാണ്. ഈ ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ മാഗ്നം പോകുന്ന വഴിക്ക് പെട്ടെന്ന് സ്മോൾ എന്ന് പറഞ്ഞൊരു ഹൈപ്പർ മാർക്കറ്റ് കണ്ടപ്പോൾ കയറിയതാണ്. സ്മോൾ ആണെങ്കിൽ ഉള്ളിൽ നല്ല വലിപ്പമുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. താങ്ക് യു. നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറേ സാധനങ്ങൾ മേടിച്ചു, കഴിക്കുന്ന സാധനങ്ങളും ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ഇനി ഇതൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് മാഗ്നം ഒന്നുകൂടി പോയി നോക്കാം, ഹൈപ്പർ മാർക്കറ്റ്. നമ്മൾ നടന്ന് അൽമാട്ടി സൂ എത്താറായി. നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഒരു പാർക്കിനിടയിലൂടെയാണ് നമ്മൾ സൂലേക്ക് കിടക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് ഒരു പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. നല്ല മഞ്ഞ പൂവെല്ലാം അവിടെ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കുതിര അല്ലേ. നമ്മൾ അവിടെ കണ്ട പോലെ അല്ല കേട്ടോ. ഇവിടെ നമ്മളങ്ങനെ സൂ എത്തി. ഇതേ കക്ക കണ്ടു. കക്ക മീൻസ് ടിക്കറ്റ്സ്. ഒരു അഡൽട്ടിന് 800 ടെങ്കിയാണ്, അതായത് അറൗണ്ട് 150 റുപ്പീസ് പെർ പേഴ്സൺ. അപ്പോൾ 300 രൂപ അത്രേ ഉള്ളൂ 2 പേർക്ക്. ദാറ്റ്സ് ഓക്കെ. ഓക്കെ, ഇതാണ് ടിക്കറ്റ്. 800-ന് 2 എണ്ണം. ഇനി കുട്ടിയുടെ ടിക്കറ്റ് ഇഷ്ടം. നമ്മുടെ അവിടുത്തെ സൂ പോലൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു മാസ്കോട്ട് നിൽക്കുന്നുണ്ട്. മാസ്കോട്ട്. കുട്ടികൾക്ക് പോകാൻ പറ്റിയ, കുട്ടികൾക്ക് കയറാൻ പറ്റിയ 2 കുഞ്ഞി പോണികൾ. അശ്വട ക്യൂട്ടായിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ സൂവിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പല്ലേ. ഇത് ടൈഗർ കേജിൻ്റെ അവിടെ എത്തി. കറക്റ്റായിട്ട് ഒരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല വലിയ 3 എണ്ണം. ഒരെണ്ണം എന്തേ കുളിച്ചുകൊണ്ടിരിക്കുക. ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതും കുളിക്കാൻ പോകണം. നല്ല സൈസ് ഉണ്ട് അല്ലേ, ഹെൽത്തി ആണ്. ഇതിനെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇതിന്റെ കുട്ടികളാ. അതെന്താ ചെയ്യണേ? ഇവിടെ വരാൻ നോക്കണോ? അവിടെ വേറൊന്നും വരുന്നുണ്ട് ബാക്കിൽ. പുലിനെ കാണാൻ പോകും. ഗ്വാനാക്കോ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു മാൻ പോലത്തെ ഒരു ഐറ്റം. ഓക്കെ. ആഹാ, വിഷ്ണു വിളിച്ചപ്പോ നോക്കി.
സിംഹം ഉള്ളിൽ കയറാൻ നോക്കുകയാണോ? അവിടെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വിഷ്ണു. ഓക്കെ, ലഞ്ച് ടൈം ആയപ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. സിംഹം നല്ല ഇറച്ചി കഴിക്കുകയാണ്. നമ്മളിപ്പം വന്നത് ഏകദേശം 1 മണി ആയതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താ വിഷ്ണു? ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് പാന്തർ. കണ്ടിട്ടില്ല ബ്ലാക്ക് പാന്തർ. ഒരു ഉച്ചമയക്കത്തിൽ ഇങ്ങനെ പോവാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നക്കി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. സോ ക്ലീൻ ചെയ്യാണ് നമ്മുടെ അവിടുത്തെ പൂച്ചകളെ പോലെ തന്നെ. അയ്യോ എന്നെ നോക്കി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നതും അൽമാട്ടി സൂവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് പ്രിഡേറ്ററി മാമൽ സെക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ഒരുവിധം കവർ ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നടക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് നടക്കുക. അടുത്ത സെക്ഷൻ. അടുത്തത് വന്നപ്പോൾ ബാഡ്ജർ എന്ന് പറഞ്ഞ സാധനത്തിൽ കണ്ട ഭയങ്കര ആക്റ്റീവാണ്. വേറെ എല്ലാവരും നല്ല ഉറക്കമാണ്, ഫുഡ് അടിയൊക്കെയാണ്. ഇതിന് ഫുഡ് കൊടുത്തില്ലേ എന്തോ. ഇത് ഭയങ്കര ആക്റ്റീവ്. ഓക്കെ, അതിൻ്റെ മേറ്റ് ആയിരിക്കും. ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതേ വരുന്നു. ഹലോ ഹലോ. അടുത്ത് വന്നപ്പോൾ കണ്ടത് പ്യൂമ. സൂപ്പർ 3 ജിറാഫ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെന്താ? അത് കുട്ടിയാണോ വിഷ്ണു? അല്ല, കുറേ വേറെന്തോ സാധനം നിൽക്കുന്നുണ്ടല്ലേ. ഓക്കെ, ജിറാഫിലൂടെ 3 ഉണ്ട്. അല്ല 4 ഉണ്ട്. നമുക്ക് ഫീഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയാണ് പേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. കുറേ പേര് പേ ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു കുട്ടീനെയൊക്കെ കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട് ജിറാഫിനെ ഫീഡ് ചെയ്യാൻ. ഫീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജിറാഫിന് ഫുഡ് കൊടുക്കാൻ പോവാണ്. ഹായ്. നമ്മൾ ജിറാഫിന് ഫുഡ് കൊടുത്തു. അതിന് എന്നെ ഒട്ടും പിടിച്ചില്ല തോന്നുന്നല്ലേ. ഞാൻ തുടങ്ങാൻ പോകുമ്പോൾ തല മാറ്റി മാറ്റി കൊണ്ടുപോവാ. ദേഷ്യം വന്നു തോന്നും. ഓക്കെ, പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കൊച്ചൊക്കെ എന്താ ശരിയാ. നമ്മൾ കാണുന്ന മോഡേൺ ഫാമിലി എന്നൊരു സീരീസിൽ ഹീറോ ഫില്ലിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമുണ്ട് അൽപ്പാക്ക. ഒരു അമേരിക്കൻ സീരീസാണ്. അപ്പം അതിൽ ആ അൽപ്പാക്കയാണ് ഇവിടെ ഉള്ളത്. അൽപ്പാക്ക ഈ സീരീസ് കണ്ടിട്ടുള്ളവർക്ക് അറിയും കേട്ടോ. മോഡേൺ ഫാമിലി കണ്ടവർക്ക് അറിയും അൽപ്പാക്കയെ. നമ്മളെ മയക്കത്തിലാണ്. ഹലോ, പേരെന്താ? സെർവാൽ. ഓക്കെ, കുറേ കുട്ടികളുടെ മുഖത്ത് ഇത് കണ്ടു കേട്ടോ. ഇവിടെ വേറൊരു കുട്ടി ഇരുന്ന് ഫേസ് പെയിൻറ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്നൈയിൽ സൂവിൽ പോയപ്പോൾ കണ്ടതാണ്. പക്ഷെ അത് നല്ല ദൂരെയായിരുന്നു. ഇതിനടുത്ത് കാണുന്നുണ്ടെന്ന് അറിയില്ല. നല്ല സൈസ് തോന്നുന്നുണ്ട് കേട്ടോ. അനങ്ങാതെ നിൽക്കുക. ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവിയാ. വേണമെങ്കിൽ സ്പീഡായ മൂവിയാല്ലേ. ഓക്കെ, ഇപ്പം അവർ അനങ്ങാതെ നിൽക്കുക. അങ്ങനെ വന്നപ്പം ഇനി ഹൗസ് ഓഫ് പ്രൈമേറ്റ്സ് ആണ് കാണുന്നത്. നമുക്കിപ്പോൾ കയറി നോക്കാം. എല്ലാ ടൈപ്പും കുറേ കാണുന്നുണ്ട് അല്ലേ. ഹലോ, ഹായ്. റിംഗ് ടെയിൽഡ് ലെമർ. ഇതിന്റെ വാലിന് എത്ര നീളം. അത് നല്ല പ്യുവർ വൈറ്റ്. ബോഡി ആണെങ്കിൽ ബ്ലാക്ക്. ഒരാൾ വരുന്നുണ്ട്. തിരിച്ചു പോയി. നമ്മളങ്ങനെ പ്രൈമേറ്റ്സിന്റെ ബിൽഡിങ്ങിന്റെ പുറത്തിറങ്ങി. കുറച്ച് കുരങ്ങലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് സ്പേസ് അത് പോരാല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ വലിയ എന്താ നല്ല ഏരിയയിലായിരിക്കും ഇടുന്നുണ്ടാവും. ഇതേപോലെ റൂമിൻ്റെ ഉള്ളിലല്ല ഇടുന്നത്. ഇവരിങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മരങ്ങളെ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെ, ഇങ്ങനെ നടന്നു വന്നപ്പം ആനകളെ കണ്ടു.
അടുത്താണല്ലേ ആന ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ആ മണ്ണെടുത്ത് ഇടുക. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരാനുള്ള ഇപ്പം പെമ്പിളരല്ലേ, അതിന് കുറച്ച് ഹൈറ്റ് കുറവാ. പിന്നെ നമ്മുടെ നാട്ടിലെ ആനയുടെ ചെവി പോലെ അല്ലല്ലോ വിഷ്ണു, കുഞ്ഞു ചെവിയാണ് കേട്ടോ ഈ ആനകൾക്ക്. ഇവിടെ ഒരാൾ ഫുഡ് കൊടുക്കുക. അപ്പം ദേ കുറേ മാനുകൾ അത് കഴിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കൊടുക്കരുതെന്ന്. പക്ഷെ ഇവർ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം കുറേ മാനുകൾ വന്നു നോക്കി നിൽക്കുക. ബ്രെഡൊക്കെ ഇഷ്ടമാണ് തോന്നുന്നു. നമ്മൾ അമൂർ ടൈഗർ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് അവിടെ കാണാൻ പറ്റാത്തത്. ഉർമാൻ എന്നാണ് ഇതിൻ്റെ പേര്. സൂ ഒരുവിധം കഴിയാറായെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് എക്സോട്ടിക് അനിമൽസിൻ്റെ ഒരു റൂമുണ്ട്, അതുകൂടി കണ്ടു നോക്കാം. പാമ്പൊക്കെ ആവും തോന്നുന്നു. കണ്ടോ, ഇന്ത്യ ഏരിയയിലുള്ളതാണ് ഇത്. ഇന്ത്യൻ പൈത്തൺ രണ്ടെണ്ണം. കളിക്കുക. Tyra is almost always at a constant search of food. It never stays in one place. So during a day, it can stroll up to 7 kilometers. Okay, അതാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫുഡിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ് ടൈറ. അപ്പോൾ നമ്മുടെ അൽമാട്ടി സൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1937 1937 മുതലുള്ള ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ആദ്യം 6 മണിക്കാണ്. ഡേഞ്ചർ വന്ന പന്ത് പോലെ, ഡേഞ്ചർ വന്നത് പന്ത് പോലെ അതിന് കൂടുതൽ പന്ത് കിടക്കുന്നുണ്ട്. എക്സോട്ടിക്, ശരിക്കും എക്സോട്ടിക് അല്ലേ? എന്തിലോട്ടാ ഇതേ പന്തും കൊണ്ട് ഓടും. അതിന് ശരിക്കും കളിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതല്ലേ പന്ത്? ഇത് കുറച്ച് കൂടുതൽ പന്ത് കൊടുക്കാറില്ലല്ലോ. ഒരേ വഴി കൂടെ അങ്ങനെ ഇങ്ങനെ ചുമ്മാ ഓടുക. സോ ആക്റ്റീവ് ആണോ? ധാരാളം ആക്റ്റീവാണ്. അപ്പം നമ്മളീ കാണുന്നത് ഫ്ലൈയിങ് ഫോക്സ് ആണ്. സ്മോൾ ഫ്ലൈയിങ് ഫോക്സ് ആണ്. ബാറ്റിനെ പോലെ ഇരിക്കും, പക്ഷെ ഇത് ആക്ച്വലി ബാറ്റിലാട്ടോ. ഇതിന് കണ്ണ് നല്ലപോലെ കാണും. ഇവിടെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ മനസ്സിലായത്. ഡ്രാഗൺ സെൻട്രൽ ഏഷ്യൻ ടോർട്ടോയിസ്, ടാറാന്റുല. സിനിമയിൽ കാണാറില്ലേ? ഇംഗ്ലീഷ് ഫിലിംസിൽ കാണാറുണ്ട്. ഡേഞ്ചറസ്. ഇത് വേണ്ടിയിട്ട് നോക്കാൻ തുടങ്ങി. കൺഫ്യൂഷൻ ആക്കി വിടില്ല. രണ്ടുപേരും നോക്കുന്നു, പക്ഷെ ആദ്യം വീഡിയോ എടുക്കണം. രണ്ടുപേരും ഇങ്ങനെ നോക്കുക എവിടെ ഈ സംഭവം. ഇങ്ങനെ ചെയ്ത് നിർത്ത്, അപ്പോൾ അവർ നോക്കാം. അങ്ങനെ നമ്മൾ റെപ്റ്റൈൽസിൻ്റെ ആ സെക്ഷനിൽ നിന്ന് ഇറങ്ങി. നമുക്ക് സൈഡിൽ വരണ്ടൊക്കെയുണ്ട്, നോക്കട്ടെ. വിഷ്ണു അതിനെ വിളിച്ച് നോക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തുള്ള സാധനങ്ങൾ വിഷ്ണുവിനെ നോക്കിയായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോൾ, പക്ഷെ ഇത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ പക്ഷികളെയും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കേജികളുടെ ഉള്ളിലായതുകൊണ്ട് വീഡിയോയിൽ നേരെ കിട്ടത്തില്ല. പിന്നെ എമു ഉണ്ട്, പിന്നെ അങ്ങനെ എന്തോ കുറച്ച് സാധനങ്ങളുണ്ട്. വൾച്ചർ, ഈഗിൾസ് ഒക്കെ നോർമൽ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ആ വൾച്ചേഴ്സിൻ്റെ സൈഡിൽ തന്നെ സെക്ഷനിൽ സീബ്രാസ് ഉണ്ട്, കുറേ എണ്ണം ഉണ്ട്. ഏകദേശം അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അക്വേറിയം പോലത്തെ സെക്ഷൻ കണ്ടു. എന്തോ അക്വേറിയം ഓപ്പൺ അല്ല ഡൗട്ട്. ഷാർക്കിന് തലയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടി അക്വേറിയം. നമ്മളവിടെ അങ്ങനെ തന്നെയാണല്ലോ.
ഒരു കേവ് പോലത്തെ സെറ്റപ്പ് ആട്ടോ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഗ്ലാസ് ഒക്കെ ക്ലിയർ ആണ്. ഗ്ലാസ് ക്ലിയറാണ്. ഫുള്ള് ലൈറ്റ് ഉണ്ട്. പിന്നെ എല്ലാം ഇവിടെ അതിനെല്ലാം ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതേ ഒരു ടൈപ്പ് ഈലുണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണം. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ അക്വേറിയത്തിൽ കിടക്കുന്നതാണ്. നൈസ്. ഒരു വലിയൊരു മീൻ. വെറൈറ്റി മീനുകളാണ് ഇവിടെ എല്ലാം. ഫൈൻഡിങ് നീമോയിലെ നീമോ ഉണ്ട്. നീമോയുടെ അച്ഛൻ കൂടെ തന്നെ മറ്റേ ഉണ്ടല്ലോടാ, ഡോറി ഉണ്ട്. എന്റെ ദൈവമേ, ഡോറിയും നീമോയും നീമോയുടെ അച്ഛനും. അടിപൊളി അടിപൊളി അടിപൊളി. അവര് മനഃപൂർവ്വം ഡോറിനെയും നീമോയുടെ ടൈപ്പിനെയും ക്ലൗൺ ഫിഷ് അല്ലേ പറയാം ഒരുമിച്ചിട്ടിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ട് ഇവരെ കാണാൻ കേട്ടോ. ഡോറിയുടെ പേര് ആക്ച്വലി പാലൈ ടാങ് ആണ്. പിന്നെ നീമോ ക്ലൗൺ ഫിഷ്. ഇത് മറ്റേ ടിപ്ഡ് ഷാർക്സ് ആണല്ലോ മുകളിൽ. നമ്മൾ താഴോട്ട് പോയപ്പോൾ നേരിട്ട് കണ്ടല്ലോ, ആ ഷാർക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ബ്ലാക്ക് റീഫ് ഷാർക്ക്. മുകളിൽ ആ ബ്ലാക്ക് കളർ ടിപ്പ് കണ്ടോ? അതന്നെയല്ലേ. ഇതിനെ നമ്മൾ തായ്ലൻഡിൽ ബീച്ചിൽ നേരിട്ട് കണ്ട ഷാർക്കാണ്. അപ്പം ബ്ലാക്ക് ടിപ്പ് ഷാർക്ക്. ഒരു കുഞ്ഞു കുട്ടി സ്വന്തം കാറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നമ്മള് അക്വേറിയം എക്സ്പ്ലോർ ചെയ്തു. ചെറുതാണെങ്കിൽ നല്ലായിരുന്നു കേട്ടോ കാണാത്ത മീനുകൾ. എല്ലാ സൂലും അക്വേറിയം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി എനിക്ക് അക്വേറിയം. ഞാൻ വിഷ്ണുനോട് പറയായിരുന്നു അക്വേറിയം കയറണ്ട, രസം ഉണ്ടായല്ലോ. പക്ഷെ നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നീമോനെയും ഡോറിനെയും പിന്നെ നീമോയുടെ അച്ഛൻ മാർവിനെയും കണ്ടു. ക്ലൗൺ ഫിഷിനെ കണ്ടു. വാട്ടർ നല്ല ക്ലിയർ ആണ്, നല്ല ലൈറ്റ്, ഗ്ലാസ് നല്ല ക്ലിയർ. പിന്നെ ലൈറ്റ് ഇട്ടുകൊണ്ട് എല്ലാ മീനും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. സൂപ്പർ ആയിരുന്നു. വിഷ്ണു, ഇവിടെ ഹൗസ് ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ കേറാം. സിനിമയില് ജാക്ക് സ്പാരോയുടെ കൂടെ നടക്കുന്ന ഈ കളറാണോ? ആ സാധനല്ലേ, വൈറ്റ് മക്കാവോ. ഇത് സംസാരിക്കും തോന്നുന്നല്ലേ. അപ്പോൾ ബേർഡ്സിൻ്റെ സെക്ഷൻ നമ്മൾ ഇറങ്ങുകയാണ്. ഇത് അധികം പേര് ഇവിടെ കയറുന്നില്ല, ചെറിയ സെക്ഷനാണ്. പക്ഷെ നമ്മൾ കാണാത്ത ആ 2-3 സാധനങ്ങളെ കണ്ടല്ലേ, കാണാൻ ഭംഗിയുണ്ട്. മക്കാവോ, വൈറ്റ് ഒക്കെ കണ്ട്. ഒരു വീടിനെ തലതിരിച്ച് വെച്ചേക്കും അവർ. കണ്ടോ, വീട് തലതിരിച്ച പോലെ നിർമ്മിച്ച് വെച്ചേക്കുവാണ്. മുകളിൽ വേണമെങ്കിൽ നോക്കിയാൽ പോർച്ചിൽ കാറ് നിൽക്കുന്ന പോലെ കാറും തലതിരിച്ച് നിൽക്കുന്നുണ്ട്. വലിയൊരു കങ്കാരു. ഒറ്റ ചാട്ടത്തിൽ നല്ല ദൂരം പോലെ. അങ്ങനെ കങ്കാരുവിനെ കണ്ടു. നല്ല രസമല്ലേ കങ്കാരൂസിനെ കാണാൻ. അവരങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അൽമാട്ടി സൂ ഇത്രേ ഉള്ളൂ. അൽമാട്ടി സൂ കവർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 hours എങ്കിലും വേണം. നല്ല സ്പോട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അടിപൊളി സ്പോട്ടാണ്. കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വരണം. പക്ഷെ നമ്മൾ അധികം ഇന്ത്യൻ ടൂറിസ്റ്റിനെ കണ്ടിട്ടില്ല അവിടെ. അതെ, വരുന്നില്ല. പക്ഷെ ചീപ്പാണ്. ഒരാൾക്ക് 150 ഉള്ളൂ. അഡൽസിന്, കുട്ടികൾക്ക് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അപ്പം അത്രേ ഉള്ളൂ. നമ്മളിനി റൂമിൽ പോവാണ്. പിന്നെ ഷോപ്പിംഗ് ഒക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പറഞ്ഞിട്ടുണ്ട് അത്. ഹോട്ട് ചോക്ലേറ്റിൽ സ്ട്രോബെറി മുക്കി തരുവാ. ഇതിപ്പോൾ നമ്മുടെ ചെന്നൈയിലും കുറേ സ്ഥലത്തുണ്ട്. നമ്മുടെ അടുത്ത ട്രെൻഡ് സംഭവമല്ലേ. ഹലോ. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് ആക്ച്വലി മാഗ്നം ഹൈപ്പർ മാർക്കറ്റിലേക്ക്. പോകുന്ന വഴിക്ക് സ്മോളിൽ നിന്നൊരു കട കണ്ടു, ഒരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ അവിടെ കയറി ഷോപ്പിംഗ് ഒക്കെ പകുതി ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ സൂവിലൊക്കെ പോയി, പിന്നെ വേറൊരു ഗ്രീൻ മാർക്കറ്റിൽ പോയി, ഗ്രീൻ ബസാർ, അവിടെ പോയി ഷോപ്പിംഗ് ചെയ്തു. എന്നിട്ട് റൂമിലെത്തി. രാത്രിയായി. ഇനിയാണ് നമ്മൾ മാഗ്നത്തിലേക്ക് ആക്ച്വലി പോകുന്നത്. 1 കിലോമീറ്റർ ഒന്നും അല്ല, 2ന് മുകളിലുണ്ടായിരുന്നു കിലോമീറ്റർ. അപ്പോൾ നമ്മൾ നടന്ന് മാഗ്നം എത്തിയിട്ടുണ്ട്. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. അത്രയും വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ.
ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഓഫറുകളുണ്ട് കേട്ടോ. 24 hours വർക്കിംഗ് ആണ്. ഓക്കെ, നമുക്ക് തപ്പിയെടുക്കാം. നമ്മളിവിടെ നിന്നിട്ട് മിൽക്കയും ടോബ്ലറോണും പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള യോഗേർട്ടൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മുടെ മാഗ്നം ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് കഴിഞ്ഞു. കുറേ ചോക്ലേറ്റ്സ് ആണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ എല്ലാം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. സുവനീർ പോലത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. എന്നാലും ഇവിടെ വരുമ്പം ചോക്ലേറ്റ്സ് മേടിക്കണമെങ്കിൽ ബെസ്റ്റ് പ്ലേസ് അതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി നാളെ നമ്മുടെ പ്ലാന് കത്തീഡ്രലാണ്. കത്തീഡ്രലിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സിറ്റി വ്യൂസ് കാണാൻ വെച്ചിരിക്കാം. ഉച്ചവരെ സമയമുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ചെക്കൗട്ട് ആണ്. അപ്പോൾ ബൈ ബൈ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുള്ള ഓപ്പൺ ജിമ്മാണ് കേട്ടോ. തൂങ്ങിക്കിടക്കാനാണ് എത്ര നേരം. ഹലോ, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇന്ന് നമ്മുടെ അൽമാട്ടിയിലെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകാൻ പോകണം നമ്മുടെ ഫ്ലാറ്റിനടുത്ത് ഏകദേശം ഒരു 500 മീറ്റർ പോക്കുള്ളല്ലേ വിഷ്ണു മാപ്പ് നോക്കുന്നുണ്ട്. സെൻറ്റ് കോസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ്. നമ്മളപ്പം ഉച്ചവരെ നമുക്ക് ടൈമുള്ളൂ. ഉച്ചവരെ അവിടേക്ക് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്യും. നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് രാത്രിയാണ്. കത്തീഡ്രലിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു പാർക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ നടുക്കാണ് ഈ കത്തീഡ്രൽ എന്ന് തോന്നുന്നു. മാപ്പ് നോക്കി പോവാണ്. നമ്മളങ്ങനെ പാർക്കിലൂടെ നടന്ന് ദേ ആ കത്തീഡ്രൽ എത്തുന്നുണ്ട്. ഈ കത്തീഡ്രലിൻ്റെ പേര് എന്താ സെൻറ്റ് കോസ് കത്തീഡ്രൽ എന്നും പറയും, അസെൻസിയോ. ഓക്കെ, അങ്ങനെ 2 പേരുണ്ട് കേട്ടോ ഈ കത്തീഡ്രലിന്. ഇവിടെ എന്തൊക്കെയോ ഇൻഫർമേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇംഗ്ലീഷിലല്ല. കത്തീഡ്രലിന് നല്ല പൊക്കമുണ്ട് കേട്ടോ. ഈ കത്തീഡ്രലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഫുള്ള് വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ കത്തീഡ്രൽ. പക്ഷെ നെയിൽസ് ഒന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല. 1907 അത്രയും കാലം മുന്നേ, എത്ര ഒരു 100 വർഷം 120 വർഷം മുന്നേ ഉണ്ടാക്കിയ സംഭവമാണ് ഈ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ലോകത്തിലെ 2nd ടോളസ്റ്റ് വുഡൻ ചർച്ചുമാണ്. നല്ല ഹൈറ്റ്. അതിപ്പോഴും പ്രേയേഴ്സൊക്കെ നടക്കുന്ന കത്തീഡ്രലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിൽ കയറി നോക്കാം, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം അല്ലേ. ബാക്കിലാണ് പാടുന്നത്. കോയർ അതിൻ്റെ ബാക്കിലാണ് കേട്ടോ. കാണുന്നില്ല കോയർ പാടുന്നവരെ, പക്ഷെ നല്ല രസം കേൾക്കാൻ. അതിൻ്റെ ബാക്കിലാണ്. ഓക്കെ, അപ്പം നമ്മൾ കത്തീഡ്രലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്തിയ സമയം എന്തായാലും കൊള്ളാല്ലേ, കറക്റ്റ് പ്രയറിൻ്റെ സമയത്ത്. അപ്പം നമ്മൾ പ്രയറിന് കൂടി, അതാണ് ഡ്രസ്സിലൊക്കെ കുറച്ച് വെള്ളം കാണുന്നത്. നല്ല സമയമായിരുന്നു. കത്തീഡ്രൽ പറയാതിരിക്കാൻ വയ്യ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായി തോന്നിയതാണ്. എൻ്റെ ഉള്ളിൽ ഫുൾ ഗോൾഡാണ്. നമ്മുടെ അമ്പലത്തിലേക്ക് പോലെ ഫുൾ ഗോൾഡായിട്ട് നല്ല ഭംഗിയായിട്ട് വർക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട്, കുറേ ഉണ്ട്. അതെ അതെ, പാട്ടുകാർ നല്ല അടിപൊളിയായി പാടുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ സംസാരിക്കുമ്പോൾ എക്കോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ, ഉറക്കം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ നേരെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്മൾ ചെറുതായി സംസാരിച്ചാൽ ഭയങ്കര സൗണ്ട് അല്ലേ. നമ്മളിനി ഇതിന് ചുറ്റും ഒന്ന് കറങ്ങാം. നടന്ന് പള്ളിയുടെ ബാക്ക് എത്തിയിട്ടുണ്ട് തോന്നുന്നു, സൈഡാണ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ഈ കത്തീഡ്രലിൽ വരുമ്പം പുരുഷന്മാർ വിഷ്ണു തൊപ്പിയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിനെ കൊണ്ട് തൊപ്പി ഊരിപ്പിച്ചു.
അല്ലേ? അതെ. പിന്നെ ലേഡീസ്, പുരുഷന്മാർ തൊപ്പിയിടുന്നതല്ല, ലേഡീസ് തല കവർ ചെയ്യണം. അപ്പം എൻ്റെ കയ്യിൽ വേറെ സ്കാർഫൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നോട് തൊപ്പി ഇടാൻ പറഞ്ഞു. ഫ്രണ്ടിലെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം വീഡിയോ എടുക്കുന്നതിനൊന്നും ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. ഫുൾ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 58 മീറ്റർ എന്താണ് ഇതിന്റെ ഹൈറ്റ്. സോ വേൾഡിൽ തന്നെ സെക്കൻഡ് ടോളസ്റ്റ് വുഡൻ ചർച്ച്. പക്ഷെ അതുകൂടാതെ ഇതിൽ ഒരു ആണി പോലും യൂസ് ചെയ്തിട്ടില്ല, ഒരു നെയിൽസ് പോലും യൂസ് ചെയ്യാതെയാണ് പള്ളി പണിതെന്നാണ് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ വായിച്ചത്. എന്തായാലും കൊള്ളാം, ഉള്ളിൽ നല്ല ഭംഗിയായിരുന്നു അല്ലേ. കുറേ പ്രാവുകളൊക്കെ ആണ്. നമുക്ക് പ്രാവുകൾ വർക്കുണ്ടെങ്കിൽ ദൂരെ നമുക്കൊരു പ്രാവിനടുത്ത് പോവാം. എത്ര പ്രാവുകളാ! പ്രാവിനെ ഫുഡ് കൊടുക്കണോ വിഷ്ണു? ഹിന്ദി പാട്ടിലേടാ വിഷ്ണു കേൾക്കണേ? അങ്ങനെയല്ല വിഷ്ണു, കൊറേ വെച്ചിട്ട് നിലത്ത് കൈ വെക്കണം. ഹലോ, കൈ എൻ്റെ താഴെ വെച്ച് കൊടുത്താൽ മതി. कुछ അപ്പോൾ നമ്മൾ കാത്തീഡ്രലിൽ നിന്ന് ഇറങ്ങി കുറേ പ്രാവുകൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി നമ്മൾ തിരിച്ച് മാഗ്നം എക്സ്പ്രസ് അല്ലേ, മാഗ്നം എക്സ്പ്രസ് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ പോയത് വലിയ മാഗ്നമാണ്, ഇത്തവണ പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലെറ്റാണ്, അടുത്താണ്. അപ്പോൾ അവിടെ പോയി കുറച്ചുകൂടി മുട്ടായി മേടിക്കാൻ വിചാരിച്ചു. എന്താ വെച്ചാൽ ബാഗിൽ സ്പേസ് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ മുട്ടായി നിറച്ചിട്ട് പോകാനാണ് പ്ലാൻ. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്, പിന്നെയും ടോബിൾഡോണും മിൽക്ക് കേക്ക്. മാഗ്ന എക്സ്പ്രസ്സിൽ നിന്ന് വീണ്ടും കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുഞ്ഞിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ സംഭവമൊക്കെ മേടിച്ചു. എന്നിട്ട് തിരിച്ച് റൂമിൽ പോവാണ്. എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാൻ സമയം ആവാറായി. അത് കഴിഞ്ഞിട്ട് ഇനിയും ലഞ്ച് നമ്മൾ സ്പൈസ് 12 കഴിച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോഴേക്കും ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് സ്പൈസ് മന്ത്രയിൽ വന്നു. ഗാർലിക് നാനും കടായി ചിക്കനും കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇനി നമ്മളിത് യാൻഡെക്സ് ഗോ ആപ്പിൽ തന്നെ നമ്മൾ അടുത്ത നമ്മുടെ ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ട്. ഞങ്ങളങ്ങനെ അൽമാട്ടി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സ്പൈസ് മന്ത്രിൽ നിന്ന് നേരെ ഒരു യാൻഡെക്സ് ഗോ ആപ്പ് വിളിച്ചിട്ട് വന്നു. വന്ന് ഇതിനുള്ളിൽ കയറിയത് നമ്മൾ ഗിഫ്റ്റ് ഷോപ്പ് കണ്ടു കേട്ടോ. സൂവനീഴ്സ് മേടിക്കാൻ പറ്റിയ ഷോപ്പ് കണ്ടു. ഇന്നലെ ഞങ്ങൾ കുറേ തപ്പി നടന്നിട്ട് കിട്ടാത്ത സംഭവമാണ്. അപ്പോൾ ഇതേ ഇവിടുന്ന് സൂവനീഴ്സൊക്കെ മേടിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യാണ്. ആക്ച്വലി ഇത് ഭയങ്കര കുഞ്ഞ് എയർപോർട്ടാണ് കേട്ടോ, അധികം ഗേറ്റ്സ് ഒന്നുമില്ല. അപ്പം നമ്മുടെ അൽമാട്ടി അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ്റെ വീഡിയോ സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അൽമാട്ടി ഭയങ്കര അടിപൊളി പ്ലേസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെന്റ് ലാൻഡ്സ്കേപ്സ് കാണാൻ പറ്റും. കണ്ടു, മൗണ്ടൻസ്, പിന്നെ സ്നോ കാണാൻ പറ്റി, പിന്നെ ലേക്സ് കാണാൻ പറ്റി. പിന്നെ അടിപൊളി സിറ്റി, സിറ്റിയും അടിപൊളിയായിരുന്നു, ക്ലീൻ ആയിരുന്നു, വെർത്തെന്ന് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.